ഹലോ ഗൈസ്, ഇന്നൊരു മാജിക് ടേസ്റ്റുള്ള ഒരു ചിക്കൻ മസാല കണ്ടാലോ. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാലും കുറച്ച് 2-3 ആഴ്ചത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റിൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റും. അതിന് മുന്നേ ഈ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്ക് കാണാം. ആദ്യം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 3 മീഡിയം സവാള നൈസായിട്ട് അരിഞ്ഞത് ഇതിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ഇതിൽ കുറച്ചുകൂടി ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് തീ കൂട്ടി വയ്ക്കുക. കൂടുന്ന സമയത്ത് കുറച്ച് വയ്ക്കുക. അങ്ങനെ ഒരു ബാലൻസിൽ കറക്റ്റായിട്ട് കരിഞ്ഞു പോവാതെ സവാള നല്ലൊരു രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ചിക്കൻ കറിയിൽ നല്ലൊരു കയ്പും അതുപോലെ ടേസ്റ്റ് തന്നെ നല്ലോണം വ്യത്യാസം വരും. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. തീ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രധാനം. ഇപ്പോൾ കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതല്ല, ഇതിൻ്റെ ഒരു 2 സ്റ്റെപ്പ് അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കത് പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. കാരണം അത് ഇതിൽ വെച്ചാൽ കൂടുതൽ കരിഞ്ഞു പോകും. എന്നിട്ട് അതേ പാനിൽ തന്നെ വേറൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിവിടെ വിൻ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിക്കിരിക്കുന്നത്. ടോപ്പ് ഒരു ടേബിൾ സ്പൂണാണ് അത് ഒഴിക്കുക. അതൊഴിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും ഏതെങ്കിലും ഒന്ന് കൂടിയാൽ തന്നെ ആ കറിൻ്റെ മൊത്തം ടേസ്റ്റിനെ ബാധിക്കും. അതുകൊണ്ട് ഇഞ്ചി എത്ര അളവിലാണോ എടുക്കുന്നത് അതേ അളവിൽ വെളുത്തുള്ളി എടുത്താൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇഞ്ചിയൊന്നും എനിക്ക് അങ്ങനെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. അപ്പോൾ കറക്റ്റ് അളവിൽ മൂപ്പിച്ച് കറക്റ്റ് അളവിൽ ഇടുകയാണെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും. അതിന് ശേഷം നമ്മൾ ഒരു അരമുറി തേങ്ങ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ 900 ഗ്രാം ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവിൽ അരമുറി തേങ്ങയാണ് ഇതിലിടുന്നത്. അതിന് ശേഷം ഒരു 4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല ഫ്രഷ് കറിവേപ്പില അടുക്കളത്തോട്ടത്തിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് മസാലയിൽ ഈ ഒരു കറിവേപ്പില വറുത്തിടുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ തന്നെയായിരിക്കും. എത്ര ഇടുന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച്, ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം അല്ലെങ്കിൽ കുറയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇട്ട് കൊടുത്തിട്ട് തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ ഒരു ബ്രൗൺ നിറമാവുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക. അതിനുശേഷം 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, അങ്ങനെ 3 ടേബിൾ സ്പൂൺ നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.25 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട്. ചിക്കൻ മസാല 1.25 ടീസ്പൂൺ കറക്റ്റായിട്ട് ഇടുക. കാരണം ഈ ഒരു അളവിന് കറക്റ്റ് അളവാണ്. പൊടികളെല്ലാം ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, അത് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. ഫയർ ഓഫ് ചെയ്തിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുക. മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പൊടികളൊക്കെ തീ ഓഫ് ചെയ്തത് കൊണ്ട് തന്നെ കരിഞ്ഞു പോവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇത് ചൂടാറട്ടെ. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അതിന് മുന്നേ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയും കൂടി മിക്സ് ചെയ്യുക കേട്ടോ. സവാള കുറച്ച് എണ്ണയിലൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഈ ഒരു തേങ്ങയും ഒണിയനും കൂടി നന്നായിട്ട് ഇളക്കി ബ്ലെൻഡ് ചെയ്ത് കറക്റ്റ് വേറിട്ട രീതിയിൽ അങ്ങനെ ആക്കിയിട്ട് പൊടിയായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഒരു തക്കാളിയും കാര്യങ്ങളൊക്കെ എടുക്കുക. തക്കാളി 3 എണ്ണം വേണ്ട, ഒരു 2 എണ്ണം മതിയാവും. ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഒരു 4 മുളക് കേട്ടോ. മുളകിന് അത്ര എരിവില്ലാത്തതുകൊണ്ടാണ് 4 എണ്ണം എടുക്കുന്നത്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു 2 എണ്ണം എടുത്താൽ മതിയാവും. ഇത് കുനുകുനേന്ന് തന്നെ അരിഞ്ഞ് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ ഒരു വലിയ തക്കാളി മീഡിയം തക്കാളി തന്നെ എടുത്തേക്കണം. ഈ ഒരു ചിക്കൻ്റെ അളവിന് ഇത് കറക്റ്റായിരിക്കും. അപ്പോൾ മുളകും ഈ പറഞ്ഞ പോലെ എടുക്കുക. അതിന് ശേഷം നമ്മൾ ചിക്കൻ എടുക്കുന്നു. അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ ഒരു അരമുറി നാരങ്ങേൻ്റെ നീര്, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നാരങ്ങ നീര് ഇടുന്നത് ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവാനാണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് കുഴച്ച് ബ്ലെൻഡ് ആക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുക. കാരണം നമ്മളിപ്പം ഈ ഒരു ചിക്കൻ നേരെ കുക്കറിലിട്ട് വേവിക്കാനാണ് പോകുന്നത്. അപ്പോൾ അത് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. കുക്കറിലല്ലാതെയും നമുക്ക് ചെയ്യാം. പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ വെക്കുന്നു. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചമുളകും നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. അത് തക്കാളിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു ജാമ് പരുവാകുന്ന സമയത്ത്, നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ പരുവത്തിലാവുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് വേറെ ഒന്നും ഇടുന്നില്ല. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ആ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി ചിക്കൻ്റെ കൂടെ ഇടുന്നുള്ളൂ. വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കുന്നില്ല. കാരണം ചിക്കനിൽ നിന്ന് തന്നെ ഓൾറെഡി വെള്ളം വരും. പിന്നെ നമ്മൾ അരപ്പൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ വെള്ളവും ഒഴിക്കുക. അപ്പോൾ ഇതിലിപ്പോൾ വേറെ വെള്ളമൊന്നും ഇട്ട് കൊടുക്കണ്ട. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വയ്ക്കുക. ഞാനിവിടെ 2 വിസിലാണ് അടുപ്പിക്കുന്നത്. നിങ്ങളുടെ കുക്കറിനനുസരിച്ച് 1 വിസിലാണെങ്കിൽ 1 വിസിൽ, അതനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. 1-2 വിസിൽ മതിയാവും ചിക്കന്. അതവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ അരപ്പ് നേരത്തെ വറുത്ത് വെച്ച അരപ്പുണ്ടല്ലോ, അത് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ഒരു മസാല ഇപ്പം തന്നെ എടുക്കാനുള്ളതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ 2-3 ആഴ്ചത്തേക്ക് വെക്കാനാണ്
പ്ലാൻ എങ്കിൽ നമ്മളിതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ വെക്കുന്നതാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് അരച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുക. അതൊരു പാനിലേക്ക് ഈ ഒരു ചിക്കൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മസാല, നേരത്തെ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ വെള്ളം ഒഴിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ജാമു പരുവത്തിലിരിക്കുന്നത്. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇതൊരു പൗഡർ പരുവത്തിലായിരിക്കും ഇവിടെ ഇരിക്കുക. അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എന്നിട്ട് ഈ മസാല നന്നായിട്ട് ഇതിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ചെറിയ ചെറിയ തരിതരിപ്പ് പോലെ ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഗരം മസാലയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പും കറക്റ്റായതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഒരു അരപ്പിൻ്റെ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചിട്ടില്ല, അത് നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം ഇതിങ്ങനെ കുറുകി വരും. അതുകൊണ്ട് ആ ഒരു കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/4 to 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിന് ടേസ്റ്റൊന്നും മധുരവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഒരു ദാബ സ്റ്റൈൽ ചിക്കൻ കറിയൊക്കെ ആയിട്ടും മാറും കേട്ടോ ഇത്. എന്നിട്ട് നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി അധികം ചാറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതെന്തായാലും കുറുകി വരും, അപ്പോൾ ഒട്ടും ലൂസ് ആവില്ല. ഈ പറഞ്ഞ പോലെ ഗരം മസാല, അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ, അത് നമുക്ക് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിന് നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ ചിക്കൻ. ഒരു ദാബയിലൊക്കെ പോയി നമുക്ക് കഴിക്കുമ്പോൾ ഒരു ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്നും ഒരേപോലെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനേക്കാളും ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ കുറുകിയ ചിക്കൻ കറിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന്ന് പൊറോട്ടൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 2 സവാള കൂടി കട്ട് ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരേ ചിക്കൻ കറി ഉണ്ടാക്കി കഴിച്ച് മടുത്തവരാണെങ്കിൽ ഇങ്ങനെയുള്ള വെറൈറ്റീസ് കാര്യങ്ങൾ ഉണ്ടാക്കി നോക്കുക. പുതിയ പുതിയ ചിക്കൻ വെറൈറ്റീസ് ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് താഴെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സി യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റ ബൈ ബൈ.